ബിഷപ്പുമാരും വൈദികരും സെമിനാരി വിദ്യാർത്ഥികളും അറസ്റ്റിലാവുകയും ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്യുമ്പോഴും വൈദിക ജീവിതത്തിലേക്ക് കടന്നുവരുന്ന ചെറുപ്പക്കാർ ശ്രദ്ധേയരാകുന്നു. കത്തോലിക്കർ നിരന്തരം പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിക്കരാഗ്വയിൽ മനാഗ്വ അതിരൂപതയിൽ മാത്രം ഇക്കഴിഞ്ഞ ദിവസം 9 പേരാണ് നവവൈദികരായി അഭിഷിക്തരായത്. മനാഗ്വ കത്തീഡ്രലിൽ കർദിനാൾ ലിയോപോൾഡോ ജോസ് ബ്രനസ് സോളർസോനോ തിരുക്കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു. നിരവധി വിശ്വാസികൾ തിരുക്കർമ്മങ്ങൾക്ക് സാക്ഷികളാകാൻ എത്തിയിരുന്നു. പൗരോഹിത്യം ഒരു ദൗത്യവും സേവനവുമാണെന്നും ജീവനുള്ള കൂട്ടായ്മയ്ക്കും സാഹോദര്യത്തിനും വിളിക്കപ്പെടുന്ന ദാസന്മാരെ സാക്ഷികളുമാണ് വൈദികരെന്നും ബിഷപ്പ് പറഞ്ഞു. നിക്കരാഗ്വയിലെ സഭ ഏറ്റവും പ്രയാസകരമായ സമയത്തിലൂടെ കടന്നുപോകുമ്പോഴാണ് പുതിയ വൈദികരെ ലഭിച്ചത് എന്നതാണ് ശ്രദ്ധേയം. നിരവധി വൈദികരും സെമിനാരിക്കാരും ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ഇവിടെ അറസ്റ്റിലായിട്ടുണ്ട്. മതിയായ വിചാരണ കൂടാതെ 26 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ജയിലിൽ കഴിയുന്ന മതകൽപ്പ ബിഷപ്പ് റോളൻഡോ ജോസ് അൽവാരസിന് വേണ്ടി പ്രാർത്ഥിച്ചതിന് സിയൂനയിലെ ബിഷപ്പ് ഇസിഡോറോ ഡെൽ കാർമൽ മോറയെ അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ ഡിസംബർ 20-നാണ്. തട്ടിക്കൊണ്ടുപോകപ്പെട്ട വൈദികരിൽ രോഗബാധിതരും ആരോഗ്യ പ്രശ്നങ്ങളുമുള്ളവർ ഉണ്ട് എന്നതിനാൽ അവരുടെ നിലവിലെ സ്ഥിതിയിൽ ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ബിഷപ്പുമാരുടെയും വൈദികരുടെയും സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ട നിക്കരാഗ്വയിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ ആശങ്കയുണ്ടെന്നും രാജ്യത്തെ മുഴുവൻ സഭയോടും പ്രാർത്ഥനയിൽ തന്റെ സാമീപ്യം പ്രകടിപ്പിക്കുന്നതായും ജനുവരി 1 ആഞ്ചലൂസ് പ്രാർത്ഥനയിൽ പാപ്പ വ്യക്തമാക്കിയിരുന്നു. അതേസമയം സിയൂന ബിഷപ്പ് ഇസിഡോറോ മോറ എവിടെയാണെന്ന് വെളിപ്പെടുത്താൻ UN മനുഷ്യാവകാശ ഹൈ കമ്മീഷണർ നിക്കരാഗ്വൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കാണാതായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട വൈദികരുടെ നിലവിലെ അവസ്ഥയെപ്പറ്റി നിക്കരാഗ്വൻ സർക്കാർ പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല.